മണ്ണെണ്ണ ഒന്നുമില്ല, ജസ്റ്റ് നിങ്ങൾ കണ്ടല്ലേ ഞാനിപ്പോൾ ഇടുന്നത് വരെ ഈ ചവറും മറ്റേ പേപ്പറും ഇതും മാത്രമേ ഇട്ടുള്ളൂ, വേറെ ഒന്നും ഇട്ടിട്ടില്ല. ഇത് അടച്ചിടാം, ഇതിപ്പോൾ കത്തിക്കൊണ്ടിരിക്കല്ലേ, പോയിണ്ടോ നോക്കി, പോകയില്ല. നന്നായിട്ട് കത്തി. കുറച്ച് സ്ഥലമുള്ളൂ, അപ്പോൾ നമുക്കിത് വളരെ ഉപകാരപ്രദം. വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പ്ലാസ്റ്റിക് വെച്ചുള്ള മറ്റുള്ള പ്രൊഡക്റ്റുകൾ, പ്ലാസ്റ്റിക് അല്ലാത്ത പ്രൊഡക്റ്റുകൾ, പിന്നെ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പാഡുകൾ നാവിൻ വയസ്സായ ആൾക്കാർ ഉപയോഗിക്കുന്നത്, കുട്ടികളുടെയൊക്കെ പാഡുകളൊക്കെ നമുക്ക് ഇതിലിടാം. ഇത് സിമ്പിളായിട്ട് വരും. ഇതിലേക്ക് വരും ചാര, ഇതിലേക്ക് വീഴുമ്പോൾ നമ്മളത് ഇതുകൊണ്ട് എടുത്തിട്ട് ഇതുകൊണ്ട് നമുക്കിങ്ങനെ ഇത് എടുത്തിട്ട് നമുക്ക് വളമായിട്ട് നമുക്ക് തെങ്ങിനോ ചെടികൾക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് എടുക്കാം. അല്ലല്ല, ഇതിപ്പോൾ ഞാൻ 2 വർഷമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ വീടിൻ്റെ റിനോവേഷൻ കഴിഞ്ഞ സമയത്ത് ഞാൻ അവരെ വിളിച്ചു പറഞ്ഞപ്പോൾ അവർ വന്ന് രണ്ടാമത് ഇത് പോളിഷ് ചെയ്ത് ഇതാക്കി തന്നു. ഇപ്പം അങ്ങനെ കുഴപ്പമുള്ളൊരു സാധനമാണെങ്കിൽ നമ്മളിത് വീടിൻ്റെ അടുത്ത് കൂടെ വയ്ക്കൂ. ഇവിടെ ചേട്ടാ നമുക്ക് വീട്ടിലേക്ക് ഒരു 2 പേര് താമസിക്കുന്ന വീടുകളിൽ മുതൽ സ്കൂളുകൾ, ഹോസ്റ്റലുകൾ, ഓഫീസ്, ഹോസ്പിറ്റലുകൾ തുടങ്ങി ലുലു മാൾ പോലത്തെ വലിയ മാളുകളിൽ വെക്കാൻ പറ്റുന്ന ടൈപ്പ് അതെ മോഡലാണ്. 600 കിലോ ഡെയിലി കത്തിക്കാൻ പറ്റുന്ന മോഡലുകൾ വരെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ആവശ്യാനുസരണം എത്ര കിലോ കത്തിക്കണോ അത്ര കിലോ കത്തിക്കാനുള്ള മോഡൽ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. അത് 1 കിലോന്റെ ആണെങ്കിലും 1000 കിലോന്റെ ആണെങ്കിലും. ഇപ്പോ സാധാരണ ഏറ്റവും ചെറിയ മോഡലാണ്. ഒരു 2 പേര് അല്ലെങ്കിൽ 3 പേര് താമസിക്കുന്ന വളരെ കുറവ് വേസ്റ്റ് മാത്രം വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മോഡൽ വെച്ചാൽ മതി. ഇതിലാകുമ്പോൾ നമുക്കൊരു 3 കിലോ വേസ്റ്റ് ഒക്കെ നമുക്ക് ഡെയിലി ഒരേ സമയം കത്തിക്കാം. പക്ഷെ നമുക്ക് ഈ മോഡലിനേക്കാളും കൂടുതൽ ഫാമിലി വീടുകളിലേക്ക് പോകുന്ന മോഡൽ ഈ ഒരു മോഡലാണ്. ഇതിൽ നമുക്കൊരു 5 കിലോ മുതൽ 20 കിലോ വരെ വേസ്റ്റ് കത്തിക്കാൻ പറ്റും. അതാ നമ്മൾ പറയുന്ന ഒരു വേസ്റ്റ് കപ്പാസിറ്റി, ഒരു സ്പെക്ട് രീതിയിൽ നമ്മൾ പറയുന്നതാണ്. ഇതിലാകുമ്പോൾ നമുക്ക് ഈ കുഞ്ഞുങ്ങളുടെ ഡയപ്പർ, ലേഡീസിന്റെ പാഡ്, കുറച്ച് കത്തിക്കാൻ ബുദ്ധിമുട്ടായ കുറച്ച് വേസ്റ്റുകളുണ്ട്. ഈ ഡയപ്പറൊന്നും പെട്ടെന്ന് കത്തിപ്പോല. അതിനൊക്കെ വേണ്ടി ചെയ്യുന്നത് നമ്മൾ മോഡലാണ്. ഫ്യൂച്ചർ വെറുതെ ഇത് വെറുതെ അല്ല. ഇപ്പോൾ ഇതിനെന്തെങ്കിലും സപ്പോർട്ട് വേണം വേസ്റ്റ് ആയിട്ട്, വല്ല കടലാസുകൾ, ചപ്പ് ചോറുകള്, അങ്ങനെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു സപ്പോർട്ട് ഡ്രൈ ആയിട്ടുള്ള വേസ്റ്റുകളുടെ ഒപ്പം നമുക്ക് ഈ ഡയപ്പർ ഇട്ട് വെറുതെ ഒരു തീപ്പിട്ട് കൊണ്ട് കത്തിച്ചാൽ മതി. അത് കത്തിപ്പൊക്കോളും, നമുക്ക് സുഖമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഫാമിലി എല്ലാവർക്കും, ഇപ്പോൾ ലേഡീസ് വീട്ടിലെ പ്രായ അമ്മമാർക്കാണെങ്കിലും ആർക്ക് വേണേ കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. ഇത് കത്തിക്കുമ്പോൾ ഇങ്ങനെ വീടുകളിലൊക്കെ വെക്കുമ്പോഴേ ചൂട് ഇതിൽ തട്ടത്തില്ല. അതായത് ഡയറക്റ്റ് ബോഡി എനിക്ക് ഇതിൽ ചൂടടിക്കില്ല. ഇതിനുള്ളിൽ നമ്മളൊരു കാസ്റ്റബിളിന്റെ കോട്ടിങ് കൊടുക്കണ്ടേ, ഒരു 1.5 ഇഞ്ച് തിക്നെസ്സിൽ. അപ്പൊ കോട്ടിങ് കഴിഞ്ഞുള്ള ചൂട് ബോഡി എനിക്ക് വരത്തുള്ളൂ. അപ്പൊ നമുക്ക് കൂടുതൽ പ്ലാന്റിന്റെ ലൈഫും കൂടുതൽ കിട്ടും. പെട്ടെന്ന് കൈ കൊണ്ടാലൊന്നും കൈ പൊള്ളൂല്ല. വേറെ ഇതേ മഴക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെന്താ, മഴക്കാലത്ത് നമുക്ക് യാതൊരു പ്രശ്നം കൂടാണ്ട് ഉപയോഗിക്കാം. കാരണം ഇല്ല, കാരണം നമ്മൾ ഈ പൈപ്പിന്റെ മുകളിൽ നിന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു കനോപ്പിയുടെ ടോപ്പ് ഉണ്ട്. ആ ടോപ്പിന്റെ ഉള്ളിൽ കൂടെ ഡയറക്റ്റ് വെള്ളം ഇറങ്ങില്ല. ഇപ്പൊ ഇവൻ നമ്മൾ കത്തിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് മഴ പെയ്തു, ഒന്നുമില്ല, നമുക്ക് ഡോർ അടച്ചില്ല, നമുക്ക് മാറിക്കാം, അവിടെ വേസ്റ്റ് കത്തിക്കോളും. ഇതിൽ നമ്മൾ കുറയ്ക്കുന്നത് ഓക്സി ഡ്രിഫ്റ്റ് ആണ് ഇത് കുറയ്ക്കണേ. അതായത് പുറത്തുള്ള ഓക്സിജനെ നമ്മുടെ പ്ലാന്റിന്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കും. ആ ഒരു സപ്പോർട്ടിന്റെ പുറത്താണ് ഈ വേസ്റ്റ് നന്നായി കത്തിപ്പോണത്. അല്ലാതെ ഇതിന്റെ ഉള്ളിൽ വേറൊരു മാജിക്കും ഇല്ല. നമ്മള് ഒന്നുമില്ല, നമ്മൾ യൂസ് ചെയ്യണത് പ്ലാന്റിന് കംപ്ലൈന്റ് വരാണ്ടിരിക്കാൻ ഉള്ളിൽ കാസ്റ്റബിളിന്റെ ഒരു കോട്ടിങ് കൊടുക്കുന്നുണ്ട്. അതായത് ഈവൻ നമ്മൾ ചൂട് കൂടുമ്പോ ഇരുമ്പ് എത്ര വലിയ ഇരുമ്പാണെങ്കിലും ഡയറക്റ്റ് ചൂടടിച്ചാൽ അത് ദ്രവിച്ചു പോകും. സിമെന്റ് അല്ല, കാസ്റ്റബിൾ എന്ന് പറയുന്നത് സിമെന്റ് പോലത്തെ മെറ്റീരിയൽ ആണ്. നല്ല ലൈഫ് കിട്ടുന്നതാ. ഈവൻ ഇപ്പൊ നമ്മുടെ മാർക്കറ്റിൽ തന്നെ ഒരുപാട് മോഡൽസ് അവൈലബിൾ ആണ്. ഇപ്പൊ കൈകൊണ്ട് പിടിച്ചെടുത്തുകൊണ്ട് പോകാം, വെയിറ്റ് കുറവ്, ഡയറക്റ്റ് അതൊക്കെ റേറ്റ് കുറവിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കൊരു 6000 രൂപ മുതൽ ഇൻസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന്റെ ലൈഫ് ഒരു 2 മാസം 3 മാസം. നമുക്ക് ഒരു പ്ലാന്റ് നമ്മൾ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് തൊട്ടപ്പുറത്തെ അയൽവക്കക്കാർക്കാണെങ്കിലും നമ്മൾക്കാണെങ്കിലും ഉപയോഗിക്കാവുന്ന വിധത്തിൽ കുറച്ചുകൂടി കംഫർട്ട് ആയിട്ടുള്ള മോഡലാണ് നമ്മൾ ചെയ്യുന്നത്. അത്രയും ക്വാളിറ്റിയിൽ യാതൊരുവിധ കുറവ് ഞങ്ങൾ വരുത്താണ്ടാണ് എല്ലാ മോഡലും ചെയ്യുന്നത്. അതിപ്പോ കുറച്ച് വലുതിലേക്ക് കിടക്കുകയാണെങ്കിൽ ഒരു ഹോസ്റ്റലുകൾ അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ഒരു ബിൽഡിങ്ങിലേക്ക് ആണെങ്കിൽ വരെ നമുക്ക് ഒരു 50 കിലോ വരെ കത്തിക്കുന്ന മോഡലാണ് നമ്മൾ കൊടുക്കാം. ഇതിലൊക്കെ ബ്രിക്ക് വരും, ഫയർ ബ്രിക്ക്, ഒരു 1S8 ഗ്രേഡിന്റെ ഫയർ ബ്രിക്ക് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് ആ ബ്രിക്ക് വേണമെങ്കിൽ നമുക്കൊന്ന് കാണാം. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫയർ ബ്രിക്ക്. ഇതൊരു 1S8 എന്ന് പറയുന്ന ഗ്രേഡിലാണ് നമ്മൾ ചെയ്യണേ. ഒരു 4 ഇഞ്ച് തിക്നെസ്സിൽ ഈ ബ്രിക്ക് ഈ പ്ലാന്റിന്റെ ഓവറോൾ ഇതിന്റെ കോട്ടിങ് വരും. നമ്മളിത് ഇതിൽ വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ഇതിന് കോട്ട് ചെയ്യുന്നത്. വലുതിലേക്ക് കിടക്കുമ്പോൾ ഈ ബ്രിക്ക് യൂസ് ചെയ്യും. ചെറിയ മോഡലൊന്നും ബ്രിക്കിന്റെ ആവശ്യമില്ല. കാരണം നമ്മുടെ വീട്ടിൽ മാക്സിമം ഒരു ദിവസം വരാം, ശരാശരി വരാം ഒരു വീട്ടിലൊരു 4 കിലോ 5 കിലോ വേസ്റ്റ് വരുള്ളൂ, അതിന് മേലേക്ക് വരില്ല.
ആ കണക്കിൽ നമുക്ക് കാസ്റ്റബിൾ ധാരാളം ബ്രിക്കിന്റെ ആവശ്യമില്ല. നമ്മുടെ ബോഡിക്ക് യൂസ് ചെയ്യുന്നത് മൈൽഡ് സ്റ്റീലാണ്. മൈൽഡ് സ്റ്റീലും യൂസ് ചെയ്യും, നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലും യൂസ് ചെയ്യും. കാരണം സാധാരണഗതിയിൽ നമ്മൾ കൂടുതലും ബോഡി MS ചെയ്ത് ഉള്ളിലെ കാസ്റ്റബിളിന്റെ കോട്ടിംഗ് ആണ് കൊടുക്കുന്നത്. ഇപ്പൊ ചിലപ്പോ നമ്മുടെ മോഡൽ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. നമ്മൾ SS ചെയ്യുന്ന മോഡൽ നമ്മളിവിടെ ഉണ്ട്. ആവശ്യം അനുസരിച്ച് നമ്മളത് ചെയ്ത് കൊടുക്കും. ഇതിന് ഫുൾ പ്രൊഡക്ഷൻ ഇവിടെ തന്നെയാണ്. ഫുൾ പ്രൊഡക്ഷൻ ഇവിടെ തന്നെയാണ്. നമ്മൾ വേറെ ഒന്നുമില്ല, എല്ലാം നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കാം. അത് ആ പൈപ്പിന് കൊടുക്കുന്ന സപ്പോർട്ട് വരെ ഞങ്ങൾ തന്നെ കോണി ഉണ്ടാക്കും. കോണി വരെ ഞങ്ങൾ തന്നെ ചെയ്യണം. ഇതാണ് കോട്ടിംഗ് അല്ലേ? ഇതാണ് ആ കോട്ടിംഗ് പറഞ്ഞത്, കാസ്റ്റബിളിന്റെ കോട്ടിംഗ്. നമ്മൾ ശരിക്കും ഇത് നിങ്ങളുടെ അടുത്ത് കൊണ്ടുപോകാൻ പറ്റില്ല, നല്ല വെയിറ്റാ. ചേട്ടൻ നോക്കി പിടിച്ചതാണ് അറിയാൻ പറ്റും എത്ര കിലോ ഭാരം വരുന്നുണ്ട്. ഇല്ല, ഒരു 130 കിലോ 140 കിലോ ഭാരം വരെ പ്ലാന്റിന് വരും ഓൾമോസ്റ്റ്. അതിന്റെ ഉള്ളിൽ കറക്റ്റ് കോട്ടിംഗ് പിടിക്കാൻ വേണ്ടിട്ട് നമ്മള് ഉള്ളില് മെഷ് വെച്ച് അതിന്റെ പുറത്താണ് കോട്ട് ചെയ്യുക. അത്രയും ക്വാളിറ്റിയ പ്ലാന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാ മോഡലിനും. വീഡിയോ എടുക്കുന്നുണ്ട്, വർക്ക് നിർത്തിയെന്ന് തോന്നുന്നല്ലേ? അതെ അതെ അതെ, വർക്ക് നിർത്തിയേക്കും. ഇതൊക്കെ ഇൻഡസ്ട്രി നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊടുക്കുന്ന മോഡലാണ്. അതുപോലെ ഓഡിറ്റോറിയം, ചെറിയ ഓഡിറ്റോറിയങ്ങളൊക്കെ ഉണ്ട്. ഒരു 500 കപ്പാസിറ്റി ആണ് ഉള്ളത്. നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് ഏതൊക്കെ? കൂടുതലും വരുന്നത് നമ്മൾ വീടുകളിലേക്കുള്ള ഒരു മോഡലാണ് ഇപ്പൊ കൂടുതലും എല്ലാവരും. ഇത് നമുക്ക് വീടുകളിൽ വെക്കുന്നത് കുറച്ച് ഗാർഡൻ വേസ്റ്റ് ഉള്ള വീടുകളുണ്ട്. ഇപ്പൊ നന്നായിട്ട് ഗാർഡനിൽ ട്രീറ്റ്മെന്റ് ചെയ്യണ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി കൊണ്ടുപോകുന്ന ഒരു മോഡലാണ്. ഇതിൽ എന്തൊക്കെ മെറ്റീരിയൽ ഇട്ട് കത്തിക്കാന്നാ നിങ്ങൾ പറയുന്നത്? ഇതിലിപ്പോ നമുക്ക് കത്തിച്ച് കളയാൻ പറ്റുന്ന എല്ലാ വേസ്റ്റും നമുക്ക് ഇതിൽ കത്തിക്കാം. ഒന്നും ഞങ്ങൾ കത്തിക്കരുതെന്ന് പറയില്ലേ, നമ്മുടെ പ്ലാന്റിന്റെ സ്പെക് വെച്ചിട്ട് കത്തിച്ച് കളയാൻ പറ്റുന്ന എല്ലാ വേസ്റ്റും കത്തിക്കാം. കടലാസ്, ചെപ്പ് ചവറുകള്, ഈവൻ ഗാർഡൻ വേസ്റ്റുകള്, ഡയപ്പർ, പാഡ്, ഇപ്പൊ അടലിന്റെ ഡയപ്പർ വരെ ഈവൻ എന്ത് വേണമെങ്കിൽ നമുക്ക് ഇതിൽ കത്തിക്കാം. പ്ലാസ്റ്റിക് മെറ്റീരിയൽ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യില്ല. പ്ലാസ്റ്റിക് കത്തിക്കാൻ ഞങ്ങൾ പറയില്ല. കത്തിക്കുന്നതുകൊണ്ട് നമ്മുടെ പ്ലാന്റിന് ഒരു കംപ്ലൈന്റും വരില്ല. പക്ഷെ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യാം പ്ലാസ്റ്റിക്കിന്റെ കാര്യത്തിൽ. ഇതിനെങ്ങനെ എന്തെങ്കിലും മെയിൻ്റെനൻസ് ഒക്കെ വേണ്ടി വരുമോ? ഇതിന് മെയിൻ്റെനൻസ് ഇല്ല ചേട്ടാ. അതിന് മെയിൻ്റെനൻസ് വരാനുള്ള, കംപ്ലൈന്റ് വരാനുള്ള ഒരു പാർട്ടും ഇതിനുള്ളില്ല. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു വർഷത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോഴോ അതിന് പുറത്തൊന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ പോളിഷ് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഒരു ഭംഗിക്ക് ചെയ്യണ കാര്യങ്ങളാണ് അതൊക്കെ. കാരണം വേസ്റ്റ് കത്തിക്കുന്നല്ല. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്കൊന്ന് ഗസ്റ്റുകളോ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും റിനോവേഷൻ ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പെയിന്റ് ചെയ്ത് കൊടുക്കാം. അത് മെയിൻ്റെനൻസ് അല്ലല്ലോ? മെയിൻ്റെനൻസ് അല്ല. ഇതിനല്ലാതെ വേറെ ഇല്ല, കംപ്ലൈന്റ് ഒന്നും വരാല്ലേ. നമുക്ക് ആകെ ഒരു 4 സ്ക്വയർ ഫീറ്റ് സ്ഥലം മാത്രം ഉണ്ടായാൽ മതി. ഒരു ടൈലിന്റെ കറക്റ്റ് 2x2 നമ്മുടെ ഈ പ്ലാന്റ് ഇരിക്കും. അതുകൊണ്ട് ഒരു തവണ വാങ്ങിച്ചാൽ പിന്നെ മാറ്റേണ്ടി വരത്തില്ല. ഇല്ല, കൂടുതൽ കുറെ വർഷം ഉപയോഗിക്കാം. ഒരു കുറച്ച് വേസ്റ്റുകൾ നമ്മളെ വീടിന്റെ സൈഡിലേക്ക് കൂട്ടിട്ട് കത്തിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം പുക വരുന്നുള്ളത്. അതിനെ സംബന്ധിച്ച് നമ്മുടെ പ്ലാന്റിൽ പുക വളരെ വളരെ കുറവാണ്. ചെറിയൊരു ശതമാനം പുക മാത്രം മുകളിലേക്ക് പോകുള്ളൂ. അതും ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിലുള്ള ഒരു പുകയല്ല. അതുകൊണ്ട് തന്നെ തീർത്തും പുകയില്ല നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ പുകയില്ലെന്ന് പറയുന്നത് വെറും ഒരു മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ അതിൽ ശരിയില്ല. കാരണം വേസ്റ്റ് കത്തിക്കുമ്പോൾ എങ്ങനെ പോലും പുക വരും. മാക്സിമം കുറയ്ക്കാൻ പറ്റും. എത്രത്തോളം മാക്സിമം കുറയ്ക്കാൻ പറ്റും. കാരണം അതിനാണ് നമ്മൾ ഈ ഓക്സിജൻ ഡ്രിഫ്റ്റിൽ സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ അത്രയും ഓക്സിജന്റെ കണ്ടന്റ് കയറുന്നതുകൊണ്ട് പുക കുറയും. ഇതിനകത്ത് മാക്സിമം ഡയറക്റ്റ് ബേൺ ആകുക. ഇതിനകത്ത് നിന്ന് പുകയാതെ. അതെ, പുകയാതെ കത്തിപ്പോവും, പെട്ടെന്ന് കത്തിപ്പോവും. മറ്റുള്ളൊക്കെ സാധാരണ ഇങ്ങനെ പുകഞ്ഞ് ഇതിൽ കിടക്കും. അതുകൊണ്ടാണ് കൂടുതൽ പുക വരുന്നത്. നമ്മുടെ പ്ലാന്റിൽ പെട്ടെന്ന് വേസ്റ്റ് കത്തിപ്പോവും. ഇതൊക്കെ നമുക്ക് ഇപ്പൊ പുതിയ ഓർഡർ അനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതൊക്കെ നമുക്ക് ഓർഡറുകളാണ്. എല്ലാം ഓർഡർ ആയിട്ട് ഇരിക്കുന്നതാണ്. നമുക്ക് എറണാകുളം, കോട്ടയം ഭാഗത്തേക്ക് ചെയ്ത് കൊടുക്കാനുള്ള മോഡലുകൾ. മുന്നേ നമ്മൾ കൂടുതൽ നമ്മുടെ വീടിന്റെ അടുത്തും തൃശ്ശൂർ ചുറ്റുവട്ടൊക്കെ ഞങ്ങൾ ചെയ്യുന്നതാണെന്നുള്ളൂ. ഇപ്പോഴാണ് ഒരു ബ്രാൻഡാക്കി, മാസ് എന്നുള്ള ബ്രാൻഡാക്കി ഒരുപാട് സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെട്ടത്. അത് ഈ ബ്രാൻഡുകാരൻ തന്നെയാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളും നമ്മൾ സ്ഥിരം ചെയ്യുന്നുണ്ട്. ഇപ്പൊ കേരളത്തിൽ മാത്രമല്ല, സൗത്ത് ഇന്ത്യയിലും നമ്മൾ ചെയ്യുന്നുണ്ട്. കർണാടക, തമിഴ്നാട്, ഗോവ, മഹാരാഷ്ട്ര, അങ്ങനെ നമ്മൾ ഒരുവിധം ഭാഗങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്ത് ചെയ്യുന്നുണ്ട്.